ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി കുറച്ച് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. സാധാരണ ഞങ്ങളിവിടെ നോർമലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു നോൺ വെജ് കറി ഉണ്ടാക്കും. അത് എന്തെങ്കിലും പുട്ടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ കഴിക്കുകയാണ് സാധാരണ ചെയ്യൽ. ചോറ് ഭയങ്കര റയറായിട്ടാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത്. അത്ര ആഗ്രഹം തോന്നുമ്പോൾ മാത്രമാണ് നമ്മൾ ചോറ് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്കൊരു ചോറും കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് ഫുഡ് കഴിക്കുമ്പോൾ കേട്ടോ. അത് എനിക്കും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മാറി വയ്ക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അതിപ്പോൾ പുറത്തൊക്കെ ഉള്ളവർക്കത് പറഞ്ഞ് ഭയങ്കരമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു ചോറുണ്ടാക്കാം, പിന്നെ മീൻസ് ഒരു ചോറല്ല ചോറുണ്ടാക്കാം, പിന്നെ അതുപോലെ തന്നെ മട്ടൻ കറി ഉണ്ടാക്കാം. മട്ടൻ ഉണ്ട് നമ്മുടെ കയ്യിൽ, അപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കാം, ബീൻസ് തോരനുണ്ടാക്കാം, മോര് കറി ഉണ്ടാക്കാം, പിന്നെ വിചാരിക്കുന്നത് ഒരു ചമ്മന്തിയും കൂടി ആവാമെന്നുള്ളതാണ്. ചമ്മന്തി എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്, അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഫുഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ച് പറയുന്ന വീഡിയോകളുണ്ടാവും. ഞാൻ കുറച്ച് ട്രാവൽ ചെയ്യുന്ന ആളാണ്, അപ്പോൾ വേറെ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസാണുള്ളത്. അപ്പം ജസ്റ്റ് അതൊക്കെ ഇഷ്ടമുള്ളവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മട്ടൻ്റെ കാര്യങ്ങൾ നോക്കാവേ. ഓൾറെഡി ഞാൻ മട്ടനാണെങ്കിൽ കുറച്ച് മസാലകളെല്ലാം ഇട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇന്നലെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്തത്. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചതായിരുന്നു. ഇനി അത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാവേ. ഇതിനൊരു ഒരു ഫുൾ തീയിൽ ഒരു വിസിൽ, പിന്നെ സിമ്മയിൽ ഒരു 3 വിസിലും കൂടെ വേണമായിരിക്കും. അപ്പോൾ അത് വേകുന്ന സമയത്തേക്ക് നമുക്ക് ബീൻസ് ഒന്ന് അരിഞ്ഞെടുക്കാവേ. ബീൻസും പച്ചമുളകും കൂടെ ഞാൻ ഒരുമിച്ചിട്ട് കഴുകിയിട്ട് അത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഞൊടിയിടയിൽ അരിഞ്ഞിട്ടാണ് എത്ര എളുപ്പമല്ലേ. അപ്പം ജസ്റ്റ് ചുമ്മാ അങ്ങനെ ചെയ്തതാണ്. അപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് സവോളയും കൂടെ അരിഞ്ഞിട്ട് ഞാൻ ഒരു സവോളയാണ് അതിലേക്ക് ഇട്ടത്. പിന്നെ ഒരു പിടി തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഞാൻ തേങ്ങ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി എടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് പാനിലേക്ക് ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിതെല്ലാം കൂടെ ജസ്റ്റ് ഒരുമിച്ചൊന്ന് ഞെരടി എടുത്തതിന് ശേഷമാണ് ഞാൻ പാനിലേക്ക് ഇടുന്നത്. ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് വറ്റൽമുളകും ഇട്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷമാണ് ഞാൻ ഈ ബീൻസ് എല്ലാം കൂടി ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വറ്റൽമുളക് ചതച്ചും കൂടി ഇടാം. അതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നടച്ചു വയ്ക്കാം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കുക, നല്ലപോലെ ഇളക്കി കൊടുക്കുക, പിന്നെ അടച്ചു വയ്ക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ലപോലെ വേവെത്തത്തുള്ളൂ. അല്ലെങ്കിൽ അടിഭാഗം മാത്രം കരിഞ്ഞിട്ടും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നത് മാത്രമല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബീൻസ് തോരൻ ഉണ്ടാക്കാം. ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി. പിന്നെ നമുക്ക് മട്ടനിലേക്ക് വേണ്ട 2 സവോള, കുറച്ച് കൊച്ചുള്ളി, ഒരു തക്കാളി, ഒരു 3-4 പച്ചമുളകും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ചുവന്നുള്ളി മാത്രം എടുക്കുന്നതാണ് നല്ലത്. എൻ്റെ ഈ ചുവന്നുള്ളി കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സവോളയും കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയ സവോളയാണ് എടുത്തേക്കുന്നത്. നമുക്കിവിടെ വെള്ള കളറിൽ ചുവന്ന കളറിൽ സവോള കിട്ടും. പക്ഷെ ഞാൻ കൂടുതലും വെള്ള കളറിൽ സവോളയാണ് എടുക്കുന്നത്. ചുവന്ന കളറിനകത്ത് കുറച്ച് മധുരം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ള കളർ സവോള എടുക്കുന്നത്. ഇത് ഞാൻ അയക്കുന്നത് മേടിച്ച പുതിയൊരു പാത്രമാണ്. കുറച്ച് നല്ല വലിപ്പമുള്ളൊരു പാത്രമാണ്. 7 പൗണ്ടേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല പാത്രമാണ്. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം മട്ടൻ കറി വെക്കാൻ വേണ്ടി ഞാൻ ആ പാത്രമാണ് വെക്കുന്നത്. അത് പാത്രം അടുപ്പത്തിട്ട് വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുന്നു. പാത്രം ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക. ഞാൻ എല്ലാ കറിയിലേക്കും കടുക് ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് കടുകിൻ്റെ ആ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ എല്ലാത്തിനകത്തും കരിയാപ്പിലയും കൂടി ഇടാൻ ശ്രമിക്കുക. ഞാൻ കരിയാപ്പില ഇടുന്നില്ല, കാരണം എൻ്റെ കരിയാപ്പില ഇല്ലായിരുന്നു. ഞാനത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് എൻ്റെ കരിയാപ്പില ഇല്ലയെന്ന്. അപ്പം കടുകൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്കും പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചുള്ളിയും സവോളയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ശകലം ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. തക്കാളി നമ്മളിപ്പം ഇടുന്നില്ല. ഇനി ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും
വഴണ്ട് വരണം. അപ്പോൾ അതിന് വേണ്ടി വെക്കുക. അപ്പം ഞാൻ ആ സമയത്ത് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി. അപ്പം ഞാൻ അതിൻ്റെ വെന്തോന്ന് നോക്കുകയാണ് കേട്ടോ. നല്ലപോലെ അത് വെന്തിട്ടുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. അതിൻ്റെ പച്ചമണമെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ ആ പച്ച കുത്തൊന്ന് മാറിക്കിട്ടണം. കുറച്ച് നേരം ഒന്ന് സിമ്മയിലിട്ടിട്ട് വേണം നമ്മൾ, സിമ്മയിലല്ല ഏറ്റവും ചെറിയ തീയിലിട്ട് വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. അപ്പോൾ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി ആ സവോള എന്നുള്ള എൻ്റെ വായി വരുന്നത്, തക്കാളി ഉടഞ്ഞ് കിട്ടണം. നല്ലപോലെ ഉടഞ്ഞതിന് ശേഷം നമ്മൾ മട്ടൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എനിക്ക് ചാറ് വേണം ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ടിട്ട് അടച്ച് വെക്കണം. പക്ഷേ എൻ്റെ ഈ പാത്രത്തിന് കറക്റ്റായിട്ടുള്ള അടയ്ക്കുന്ന അടപ്പുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ തുറന്ന് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന കൊച്ചുള്ളി കേട്ടോ. അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ മാത്രമേ നമ്മുടെ സാധാരണ കൊച്ചുള്ളി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും വലുപ്പമുള്ള കൊച്ചുള്ളിയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ മോര് കാച്ചാൻ പോകണേ. വേറൊരു പാത്രം വയ്ക്കുക, അതിലേക്ക് എണ്ണ ചൂടാക്കുക, കടുക് പൊട്ടിക്കുക, ഉലുവ ഇടുക. ഉലുവയും കൂടെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ചുവന്നുള്ളി ഇടാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ വറ്റൽമുളക് ഇടാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വറ്റൽമുളകും കൂടെ കടുകും ഉലുവയും കൂടെ പൊട്ടിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അത് ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ രണ്ടാമതാണ് ചേർത്ത്. ഇപ്പോൾ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ വാട്ടി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും കൂടി ഇട്ട് കൊടുക്കും. ചിലർ മുളക് പൊടി ഇടാറില്ല, പക്ഷേ എനിക്ക് മുളക് പൊടിയും കൂടി ഇടുന്നതാണ് ഇഷ്ടം. ആ സമയത്ത് നമുക്ക് വേണ്ടത്ര തൈരെടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് ഉടച്ചിട്ടു. ഒത്തിരി ലൂസാക്കിയിട്ടില്ല, ഇനി കുറച്ച് കട്ടിയായിട്ട് തന്നെ വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ തന്നെയാണ് എടുത്തത്. ഇത് തിളയ്ക്കാൻ പാടില്ല, പക്ഷേ ഒന്ന് ചൂടായി വരണം. അത്രയും മതി. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈര് പിരിഞ്ഞു. ആ സമയത്ത് ഞാൻ കുക്ക് ചെയ്തപ്പോൾ കണ്ടത് ഫുള്ള് മെസ്സായി. നമ്മളിവിടെ കുറേ കഴുകാനുള്ള പാത്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി നമുക്കതെല്ലാം കൂടെ ഒന്ന് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലോറ് ഒന്ന് വാക്യൂം ചെയ്ത് പിന്നെ നമ്മളാണെങ്കിൽ ഒന്ന് തുടച്ചും കൂടി ഇടുന്നുണ്ട്. കാരണം ഇത് പല ആൾക്കാരും നമ്മൾ യൂസ് ചെയ്യുന്ന കിച്ചണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ തന്നെ ക്ലീൻ ചെയ്തിട്ടിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ജനലും വാതിലും എല്ലാം തുറന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ മസാലകൾ അവർക്ക് അത്രയും പിടിക്കാതെ വരും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. അപ്പം ഞാനതെല്ലാം തുറന്നിട്ടതിന് ശേഷമാണ് കുക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ചോറും വെച്ചു, അതുപോലെ തന്നെ ചമ്മന്തിയും കൂടെ അരച്ചു, ഒരു സാധാ ചമ്മന്തിയും കൂടെ അരച്ചു. അപ്പോഴത്തേക്ക് ഇച്ച വന്നേ. ഹെയർ സ്റ്റൈൽ ഞാനിങ്ങനെ കുളിപ്പിന്നേൽ വലിയിട്ട് അങ്ങനെ ഇടാറില്ലായിരുന്നു. വ്ളോഗിങ് എന്താ വാവ് എന്താ ചോറ്, മോര്, ചമ്മന്തി, തോരൻ. ഫുൾ ഓൺ പവർ ആണല്ലോ. അല്ല, അവരെ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് വരുമ്പോൾ ഞെട്ടിക്കും. എന്താ ഞെട്ടിയോ? എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കണ്ടേ? നോക്കാം. ഇച്ചയാണ് ചോറ് വിളമ്പുന്ന ആൾ, ഫുള്ളെല്ലാം സെർവ് ചെയ്യുന്ന ആൾ ഇച്ചയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അതിൽ നമുക്ക് ആവശ്യത്തിന് ചോറിട്ടു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും ചോറിൻ്റെ ആവശ്യമില്ല, എങ്കിൽ പോലും ഞങ്ങൾക്ക് വല്ലപ്പോഴല്ലേ നമ്മളിങ്ങനെ ചോറുണ്ടെന്നത്. അപ്പോൾ ആ ഒരു ആക്രാന്തം കൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ ചോറെടുത്തു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും വയറ് പൊട്ടുന്ന അവസ്ഥയിലായിരുന്നേ. ചോറ് വിളമ്പിയതിന് ശേഷം വെജിറ്റബിൾ ഇട്ടു, ബീൻസ് തോരൻ ഇട്ടു. ബീൻസ് തോരൻ കുറച്ച് അധികം ഇടുന്നുണ്ട്, കാരണം നമ്മൾ വെജിറ്റബിൾ കുറച്ച് കുറവാണോ ഇപ്പോൾ കഴിക്കുന്ന ഒരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം വെജിറ്റബിൾ കഴിക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ചമ്മന്തിയാണ് ഇടുന്നത്. ചമ്മന്തി ഞങ്ങൾ രണ്ടുപേരുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. കൂടുതൽ എൻ്റെയാണ്, എന്നാലും ഇച്ചയ്ക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ മട്ടൻ കറി സെർവ് ചെയ്യണം. മട്ടൻ കറി നമ്മൾ നാട്ടിൽ അത്ര ടേസ്റ്റ് ഇല്ല, എന്നാലും ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ അത്രയും നാട്ടിലെ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ അമ്മമാർ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും ഉണ്ടാവാറില്ലല്ലോ. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ മോര് കറി നല്ല സൂപ്പറായിരുന്നു കേട്ടോ.
എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മോരുകറിയാണ്. പിന്നെ മോരുകറി ഒഴിച്ചു. പിന്നെ നമ്മുടെ കയ്യിൽ അച്ചാറുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അച്ചാർ എടുത്തില്ല കേട്ടോ. എല്ലാം കൂടെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ മാങ്ങ അച്ചാറുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് എടുത്തില്ല. ബാക്കി എല്ലാം കൂടെ കൂട്ടി നമ്മളൊരു പിടി പിടിച്ചിട്ടോ. നല്ല സൂപ്പർ ഫുഡായിരുന്നേ.